കേട്ടല്ലോ എല്ലാവരും ഈ സൗണ്ട്. നല്ല ക്രഞ്ചിയും ക്രിസ്പി ആയിട്ടുള്ള ഒരു കട്ട്ലറ്റിൻ്റെ റെസിപ്പിയാണ്. തലേ ദിവസം ബാക്കി വന്ന മട്ടൻ കഷ്ണങ്ങൾ കൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു കട്ട്ലേറ്റ് തയ്യാറാക്കിയത്. നിങ്ങൾക്കും വീട്ടിൽ തയ്യാറാക്കുന്ന ബീഫ് കറിയോ ചിക്കൻ കറിയോ മട്ടൻ കറിയോ ഒക്കെ ബാക്കിയുണ്ടെങ്കിൽ അതിലുള്ള ആ പീസ് കൊണ്ടിട്ട് നമുക്ക് നല്ല അടിപൊളി കട്ട്ലേറ്റ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാൻ ആ മട്ടൻ ആദ്യം തന്നെ മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 ഉരുളക്കിഴങ്ങ് ഒന്ന് പുഴുങ്ങാനായിട്ട് ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ഇടത്തരം സവാള നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. 4 പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. അതുപോലെ തന്നെ ഒരു കഷ്ണം ഇഞ്ചിയും 2-3 അല്ലി വെളുത്തുള്ളിയും കൂടി നമുക്ക് ഒന്ന് ചതച്ചെടുക്കാം. ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ചിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അരിഞ്ഞെടുത്ത സവാളയും പച്ചമുളകും ചതച്ചെടുത്ത ഇഞ്ചി വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് നമ്മുടെ ഉരുളക്കിഴങ്ങ് വെന്ത് കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് ആ ചൂടുവെള്ളത്തിൽ നിന്ന് മാറ്റിയിട്ട് തൊലിയൊക്കെ ഒന്ന് പൊളിച്ചെടുക്കാം. ചൂടോടുകൂടി പൊളിച്ചെടുക്കുന്നത് കൊണ്ടേ നല്ലപോലെ കൈ പൊള്ളണുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം പൊളിച്ച് നമുക്ക് മാറ്റി വെക്കാം. ഈ സമയത്ത് നമ്മുടെ സവാള മിക്സൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും 1 ടീസ്പൂൺ പെരിഞ്ജീരകം ചതച്ചത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ മട്ടനിലും ഉരുളക്കിഴങ്ങിലും ഒക്കെ ഉപ്പിട്ടുള്ളതാണ്. അപ്പം മസാലയ്ക്ക് വേണ്ട ഉപ്പ് മാത്രം നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മട്ടൻ ഗ്രൈൻഡ് ചെയ്തതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് കൂടി ചേർത്തിട്ട് നമുക്ക് ഒരു പൊട്ടാറ്റോ സ്മാഷണർ കൊണ്ട് നന്നായിട്ടൊന്ന് പൊടിച്ചു കൊടുക്കാം. ഇനി ഇത് നല്ലൊരു തടി കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് മല്ലിയില കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് ഉരുട്ടിയെടുക്കാം. ഞാനൊരു ഇച്ചിരി വലിയ കട്ട്ലേറ്റ് ആയിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. കാരണം ഒരുപാട് സമയമൊന്നും വേണ്ടല്ലോ. പിന്നെ ഇത് ഒരെണ്ണം തിന്നാൽ തന്നെ വിശപ്പ് കിടണം. ആ ഒരു രീതിയിലാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. ഞാൻ 7 കട്ട്ലേറ്റാണ് ഇതുകൊണ്ട് റെഡിയാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു മസാല കൊണ്ട് ഒരു 10-12 കട്ട്ലേറ്റെങ്കിലും റെഡിയാക്കാൻ പറ്റും കേട്ടോ. കാരണം ഒരു 1.5 കട്ട്ലേറ്റിൻ്റെ വലിപ്പത്തിലാണ് ഞാൻ ഒരു കട്ട്ലേറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി ഞാനിവിടെ 2 കോഴിമുട്ട എടുക്കുന്നുണ്ട്. അതിൻ്റെ വൈറ്റ് പോർഷൻ മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. യോക്ക് കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ബ്രെഡ് ക്രംസാണ് ഞാൻ എടുക്കുന്നത്. ഞാൻ വീട്ടിൽ ബ്രെഡ് വാങ്ങിച്ചിട്ട് പൊടിച്ച് ഉണക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇത് നമ്മുടെ റസ്ക് കൊണ്ടുണ്ടാക്കുമ്പോഴേ ഒരു മധുരിപ്പ് ടേസ്റ്റ് അല്ലേ, എനിക്കത് ഇഷ്ടമല്ല. ഒരുപാട് എണ്ണയും കുടിക്കും. അപ്പോൾ ഇതുപോലെ ബ്രെഡ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പൊടിച്ച് വെച്ചാൽ നന്നായിരിക്കും കേട്ടോ. ഇനി ഓരോ കട്ട്ലേറ്റും എഗ് വൈറ്റിൽ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നല്ല ചൂടായ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. ഇതിലേക്ക് നമുക്ക് ഓരോ കട്ട്ലേറ്റും ഇട്ടിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ആദ്യം ഇട്ട് ഒരു 2 സെക്കൻഡ് കഴിയുമ്പോൾ തന്നെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ. അങ്ങനെ 2-3 പ്രാവശ്യം ഇട്ട് തിരിച്ച് മറിച്ചിട്ട് കരിഞ്ഞു പോകാതെ ഈ ഗോൾഡൻ കളറിൽ നമുക്ക് ഫ്രൈ ചെയ്ത് കോരിയെടുക്കാം. ഇത് ഒട്ടും എണ്ണയൊന്നും കുടിച്ചിട്ടില്ല കേട്ടോ. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാം. ഇനി ബാക്കിയുള്ള കട്ട്ലേറ്റ് കൂടി നമുക്ക് ഇതുപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിത് ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെയാണ് കേട്ടോ സർവ് ചെയ്തത്. നല്ല കട്ടൻ കാപ്പിയും ടൊമാറ്റോ കെച്ചപ്പും കൂട്ടിയാണ് ഇത് കഴിച്ചത്. ഈ ഒരു മട്ടൺ എനിക്ക് തന്നത് എൻ്റെ അയൽവാസിയായ പാകിസ്ഥാനിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അവക്കും കൊണ്ടുപോയി 2 കട്ട്ലേറ്റ് കൊടുത്ത്. നല്ല ക്രഞ്ചിയും ക്രിസ്പി ആയിട്ടുള്ള കട്ട്ലേറ്റാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടാനും മറന്നു പോകരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നെഗറ്റീവാണേലും പോസിറ്റീവാണേലും കമൻറ്റ് ചെയ്യാൻ മറന്നു പോകരുത്. നല്ല അടിപൊളി ഒരു കട്ട്ലേറ്റാണ്. ഒരുപാട് മസാലയൊന്നും ഞാനിതിൽ ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും കാണുന്നവരെല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. മാസലാമ, ബായ്.